ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഒരുമിച്ച് ചെയ്യാം. ക്വസ്റ്റ്യൻ കോപ്പി ചെയ്തോളൂ. ക്വസ്റ്റ്യൻ ഇസ് വാട്ട് വോളിയം ഓഫ് ഓക്സിജൻ എഴുതിക്കോളൂ. വാട്ട് വോളിയം ഓഫ് ഓക്സിജൻ അറ്റ് STP സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ STP can be produced by 6.125 gram KClO3 potassium chlorate. According to the reaction, 2 KClO3 gives 2 KCl plus 3O2. And question ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. What volume of oxygen at STP can be produced by 6.125 gram potassium chlorate ആണ് KClO3. According to the reaction, 2 KClO3 gives 2 KCl plus 3O2. ഒന്ന് ചെയ്യൂ. എങ്ങനെയാണ് ചെയ്യുക? ആദ്യം ഇക്വേഷൻ കോപ്പി ചെയ്യുക, ഒന്നും കൂടി എടുത്തിട്ട് എഴുതുക, എന്നിട്ട് അതിൻ്റെ അടിയിൽ ഓരോന്നും എത്രയാണ് എന്ന് നോക്കുക. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ്. ഇവിടെ 2 moles ഉണ്ട്, ഇവിടെ 2 moles ഉണ്ട്, ഇവിടെ 3 moles ഉണ്ട് അല്ലേ? ഓക്സിജൻ 3 moles ഉണ്ട്. ഇതാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത്. ഇനി നമുക്ക് വേണ്ടത് എന്താ? തന്ന ഇൻഫർമേഷൻ എന്താ നോക്കുക. ആര് തമ്മിലാണ്? ഇവിടെ ഓക്സിജൻ്റെ കാര്യമാണ് പറയണത് അല്ലേ? ഈ ഭാഗം നമുക്ക് ആവശ്യമേ ഇല്ല. ഓക്കെ, നമുക്ക് ഇതാണ് ഇപ്പോൾ ഇമ്പോർട്ടൻ്റ്. ഇത് രണ്ടും തമ്മിലുള്ള റിലേഷനാണ്, ഇതും തമ്മിലുള്ള റിലേഷനാണ് വരിക. ഓക്കെ, അപ്പം നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? 1 mole KClO3 അപ്പോൾ ഈ ഇക്വേഷൻ എഴുതിയതിൻ്റെ ചോട്ടിൽ KClO3 മാസ് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. 2 KClO3 gives 2 KCl and 3O2. KClO3 മാസ്. പൊട്ടാസ്യം 39 ആണ്, ക്ലോറിൻ 35.5 ആണ്, 3 ഓക്സിജൻ 3 × 16. ഓക്കെ, ഇതെല്ലാം കൂടി കൂട്ടിയാൽ നമുക്ക് 122.5 gram എന്ന് കിട്ടും. 1 മോളിൻ്റെയാണേ. ഇവിടെ 2 മോൾ ഉള്ളതുകൊണ്ട് 2 × 122.5 gram. അത്രയും KClO3 എടുത്താൽ നമുക്കറിയാം 3 മോൾ ഓക്സിജനാണ് കിട്ടുക അല്ലേ? അതായത് 1 മോൾ എന്ന് പറഞ്ഞാൽ തന്നെ 22.4 ആണ്. അപ്പം 3 മോൾ എന്ന് പറഞ്ഞാൽ 3 × 22.4. ഓക്കെ, അപ്പോൾ ഇൻഫർമേഷനായി 122.5 × 2 എന്ന് പറഞ്ഞാൽ 245 gram. KClനെ ഇനി നമ്മൾ നോക്കിയേ വേണ്ട, നമ്മളെ റിലേഷൻ KClO3 ഓക്സിജനും തമ്മിലാണ്. 245 gram KClO3 എടുത്താൽ 3 × 22.4 അല്ലേ? 3 × 22.4 ഓക്സിജൻ കിട്ടും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 1 gram എടുത്താൽ എത്ര കിട്ടും? We'll get 3 × 22.4 divided by 245 gram അല്ലേ? അത്രയും ലിറ്റർ ഓക്സിജൻ കിട്ടും. പക്ഷേ നമ്മുടെ അടുത്ത് 1 gram അല്ലല്ലോ. എത്രയാണ് നമ്മുടെ അടുത്തുള്ളത്? 6.125 gram ആണ്. 6.125 gram എടുത്താൽ എത്ര കിട്ടും? ഈ ആൻസറിനെ, അതായത് 3 × 22.4 by 245 × 6.125. 1 മഞ്ചിന് എത്രയാണ്? അപ്പോൾ 10 മഞ്ചിന് എത്ര? ഞാൻ അങ്ങനെയാണ് ഇപ്പോൾ ചെയ്തത് അല്ലേ? അങ്ങനെ വെച്ചാൽ 1 ഗ്രാമിന് എത്ര തരും എന്ന് കണ്ടുപിടിച്ചു. അടുത്ത സ്റ്റെപ്പിൽ 1 ഗ്രാമിന് എത്ര? 1 ഗ്രാം അവിടെ നിർത്താൻ വേണ്ടി ബാക്കിയുള്ളതിനെ താഴേക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. എത്രയാണ് ആൻസർ കിട്ടുക? ചെയ്ത് നോക്കൂ. എത്രയാണ് ആൻസർ കിട്ടുക? 1.68 ലിറ്റർ അറ്റ് STP. ഓക്കെ, ഒന്നും കൂടി നോക്കൂ. പ്രോബ്ലം ക്ലിയർ ആയോ?